ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ്. നിങ്ങൾ ഇത് കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൺക്ലൂഡ് ചെയ്യണം. നിങ്ങൾ കൺക്ലൂഡ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. ഒപ്പീനിയൻ പറയാനല്ല. അതൊന്ന് കൺക്ലൂഡ് ചെയ്യാന്നുള്ളത് മലബാർ കലാപത്തെ കുറിച്ച് അത് നിങ്ങൾ കാണിക്കുന്ന മര്യാദയല്ല. നിങ്ങൾ കാണിക്കുന്നത് മര്യാദയല്ല. അങ്ങനെയാണെങ്കിൽ ടൈം എല്ലാം ഈക്വൽ ആയിട്ട് കൊടുക്കണമായിരുന്നു. ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഞാൻ നിങ്ങളുടെ ഗസ്റ്റ് അല്ലേ? അപ്പൊ സമയം നിങ്ങൾ ആദ്യം അവസാനം സംസാരിക്കുന്ന ആളിനോടല്ല നിങ്ങൾ ഇടപെടേണ്ടത്. 50 മിനിറ്റ്സ് ആണ് സർ. ആയിക്കോട്ടെ, പക്ഷെ അത് മോഡറേറ്റർ തീരുമാനിക്കണ്ടേ? മോഡറേറ്റർ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതിയോ? ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. അംബേദ്കർ മറ്റു വിഷയങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങളെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അംബേദ്കറുടെ പല പ്രസ്താവനകളും ഇന്നത്തെ കാലത്താണ് എങ്കിൽ അതിനോട് നിങ്ങളിൽ എത്ര പേർ യോജിക്കും എന്നെനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. എന്റെ പേരിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നേരിട്ട് എന്ന് ഏറ്റുമുട്ടാൻ തന്നെ തീരുമാനിച്ചു. 1-2 പ്രസ്താവനകൾ വേണമെങ്കിൽ ഞാൻ വായിക്കാം. ആ പ്രസ്താവന ശ്രീജിത്ത് പണിക്കരുടെ പ്രസ്താവന ആയിരുന്നുവെങ്കിൽ അത് പ്രശ്നമാണ്, അതെനിക്കറിയാം. പക്ഷേ ഇതൊരു അക്കാദമിക് ചർച്ചയായതുകൊണ്ടും ഞാൻ ഉദ്ധരിക്കുന്നത് അംബേദ്കറിനെ ആയതുകൊണ്ടും അതൊരു പ്രശ്നമല്ല എന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹിന്ദുമതത്തിനെ എന്നല്ല, മറ്റു മതങ്ങളെ അദ്ദേഹം വിമർശിച്ചതിനെ കുറിച്ചാണ്. നിങ്ങൾ ഈ പറയുന്നത് നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായം. അദ്ദേഹം മതം മാറാനായിട്ട് തീരുമാനിക്കുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിനോടൊപ്പം മതം മാറുന്നു. ആ സമയത്ത് അദ്ദേഹം ചൂസ് ചെയ്യുന്ന മതം ബുദ്ധമതമാണ്. എന്തുകൊണ്ട് അദ്ദേഹം ഇസ്ലാം എടുത്തില്ല? എന്തുകൊണ്ട് അദ്ദേഹം ക്രിസ്ത്യാനിറ്റി എടുത്തില്ല? എന്തുകൊണ്ട് അദ്ദേഹം സിഖ് മതം എടുത്തില്ല? ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. അതൊന്നും എനിക്കറിയാൻ മേല. അപ്പോൾ അന്ന് അംബേദ്കർ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും കാര്യമായ രീതിയിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ഇന്നത്തെ സമൂഹത്തിൽ ഒരു അഭിപ്രായമായോ ചോദ്യമായോ വന്നാൽ അതിനോട് സമൂഹം ഏത് രീതിയിൽ പ്രതികരിക്കും എന്നറിയാനുള്ള കൗതുകവും എനിക്കുണ്ട്. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കാത്തതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഹിന്ദുമതത്തിലുള്ള എല്ലാ കൊള്ളരുതായ്മകളും, അതൊരു കൊളോക്കിയൽ ലാംഗ്വേജിൽ ഞാൻ പറയുകയാണ്, ഇസ്ലാമിലുണ്ട്, അതിനേക്കാൾ കൂടുതലുമുണ്ട് എന്നാണ്. അപ്പം നമ്മൾ അംബേദ്കറിസം ഫർദർ ചെയ്യുന്ന ആൾക്കാർ എന്ന നിലയ്ക്ക്, അംബേദ്കറൈറ്റുകൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന നിലയ്ക്ക് നമ്മൾ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്നു എന്നതാണ് എൻ്റെ ചോദ്യം. അദ്ദേഹം മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വളരെ സാർവത്രികമായിട്ട് നമ്മൾ കാണുന്ന വസ്ത്രമാണ് ഇവർ ധരിക്കുന്ന പർദ്ദ അല്ലെങ്കിൽ ബുർഖ. ഓക്കെ, ഈ പർദ്ദയെക്കുറിച്ച്, ബുർഖയെക്കുറിച്ച് അംബേദ്കർ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഞാൻ വായിക്കാം. ബുർഖ ധരിച്ചുകൊണ്ട് സ്ത്രീകൾ ഇന്ത്യയിലെ തെരുവുകളിൽ കൂടി നടക്കുന്നത് അങ്ങേയറ്റം അറപ്പുളവാക്കുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, പക്ഷെ അങ്ങനെ വന്നല്ലോ. അംബേദ്കറുടെ ഈ അഭിപ്രായത്തിനോട് യോജിക്കുന്ന ആൾക്കാരൊന്ന് കൈവയ്ക്കാൻ നന്നായിരുന്നു. ഒരാളാണ്, 2 പേര്, 3 പേര്, 5 പേര്, 10 പേരുണ്ടാവും അല്ലേ? ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇന്നത്തെ കാലത്ത് മറ്റാരെങ്കിലുമാണ് ഇത് പറയുന്നത് എങ്കിൽ അവരെ സമൂഹം എങ്ങനെ കാണും, അതിനെ സമൂഹം എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതാണ്. അത് ധരിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ അഭിപ്രായമുണ്ടോ? ഇത് പറഞ്ഞത് ജി സുകുമാരൻ നായരായിരുന്നെങ്കിലോ? ഇത് പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനായിരുന്നെങ്കിലോ? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ നിങ്ങൾ ഏത് പക്ഷത്ത് നിൽക്കും? ഇന്നത്തെ കാലത്തോ അന്നത്തെ കാലത്തോ സാമൂഹ്യ പ്രസക്തിയുള്ള, നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന പ്രസ്താവനയാണോ ഇത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം നടത്തിയിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്രിറ്റിസിസം, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ അദ്ദേഹം, പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് എഴുതുകയും എന്നിട്ട് അതിന് അവസാനമായിട്ട് അദ്ദേഹം കൺക്ലൂഷനായിട്ട് ജെയിംസ് പൂളിനെ പോലെയുള്ള ആൾക്കാരെ കോട്ട് ചെയ്തിട്ട് അവർ വഴി അവർ കോട്ട് ചെയ്തിരിക്കുന്ന മറ്റുള്ള ആൾക്കാരെ കോട്ട് ചെയ്തിട്ട് അതിൻ്റെ അവസാനം അദ്ദേഹം പറയുന്നത് ഇന്നത്തെ സമൂഹത്തിൽ സ്വീകരിക്കാൻ കഴിയാത്ത രീതിയിലത്തേക്കുള്ള ഒരു മതമാണ് എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ. ഖുറാൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു പുസ്തകമാണ് എന്ന് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമല്ല,
മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായത്തോടു കൂടി ചേർന്ന് നിന്നിട്ടാണ് അദ്ദേഹം അത് പറയുന്നത്. അയ്യേ ഇവിടെ കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതല്ലേ, അവരുടെയൊക്കെ മുമ്പ് വെച്ച് വേണ്ട പങ്ക. ഒരു മതഗ്രന്ഥത്തിനെ വെളിഫൈ ചെയ്യുന്നത് ശരിയാണോ അല്ലയോ? അദ്ദേഹം ഭഗവത്ഗീതയെ വിമർശിച്ചാൽ, ഇനി അന്നത്തെ നിയമങ്ങളായിരുന്ന മനുസ്മൃതിയെ വിമർശിച്ചാൽ, അതിനൊക്കെ കൈയടിക്കുന്ന ആൾക്കാർ ഇതിന് കൈയടിക്കുമോ എന്നാണ് എനിക്ക് അറിയാനുള്ളത്. ഞാനിതിൽ കാണുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇത് തന്നെയാണ്. നമ്മൾ അംബേദ്കറുടെ അഭിപ്രായങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ ഒരു ഭാഗത്തിനെ മാത്രം നമ്മൾ ചർച്ച ചെയ്യുകയും അദ്ദേഹം മറ്റു മതങ്ങളെ വിമർശിച്ചിരിക്കുന്നതിനെക്കുറിച്ചോ അവരുടെ മതപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ചോ പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ചോ ഒരു തരത്തിലും ചർച്ച ചെയ്യാൻ പോലും ആധുനിക സമൂഹത്തിൽ പലരും ശ്രമിക്കുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു വിമർശനമാണ്. അപ്പോൾ അവൻ പറഞ്ഞതിലും ചില കാര്യങ്ങളില്ലാതില്ല. അപ്പോൾ കാശ്മീർ ഒരു സ്വതന്ത്ര രാജ്യത്തിനുള്ളിൽ മറ്റൊരു സ്വയംഭരണ പ്രദേശം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞിരുന്ന അംബേദ്കറിൻ്റെ ആ നിലപാടുകളെ BJP നടപ്പാക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ എത്ര അംബേദ്കറൈറ്റുകൾ അതിനെ കൈയടിച്ചു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. യൂണിഫോം സിവിൽ കോഡ്, ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഹിന്ദു കോഡ് ബിൽ കൊണ്ടുവന്നതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സിവിലിയൻ നിയമങ്ങൾ ഒന്നായിരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായം ഉണ്ടാവുകയും നിയമങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യുകയും അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാക്കുകയും ചെയ്ത അംബേദ്കർ യൂണിഫോം സിവിൽ കോഡ് വേണം എന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ അംബേദ്കറൈറ്റുകൾ പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് വേണമെന്നാണോ വേണ്ടെന്നാണോ? ആരോടും ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? കാസ്റ്റ് സെൻസസ്, ഷെഡ്യൂൾഡ് കാസ്റ്റുകളുടെയും ഷെഡ്യൂൾഡ് ട്രൈബുകളുടെയും എന്യൂമറേഷനാണ് സെൻസസിനോടൊപ്പം നടക്കേണ്ടത്. മറ്റുള്ള ജാതികൾ എന്യൂമറേറ്റ് ചെയ്യപ്പെടേണ്ടതല്ല എന്നുള്ള ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞപ്പോൾ ഇന്നത്തെ അംബേദ്കറൈറ്റുകൾ ജാതി സെൻസസ് വേണം എന്ന് പറയുന്ന പക്ഷത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സീസർ ചെയ്യുമ്പോൾ ആഹാ, രാമൻ ചെയ്യുമ്പോൾ ഓഹോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂവാം. ഇനി അടുത്തത് നോക്കൂ, ഇനി അല്ലല്ലേ, അത് നിങ്ങൾ കാണിക്കുന്ന മര്യാദയല്ല, നിങ്ങൾ കാണിക്കുന്നത് മര്യാദയല്ല. അങ്ങനെയാണെങ്കിൽ ടൈം എല്ലാം ഈക്വലായിട്ട് കൊടുക്കണമായിരുന്നു. ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഞാനും നിങ്ങളുടെ ഗസ്റ്റ് അല്ലേ, അപ്പൊ സമയം നിങ്ങൾ ആദ്യം അവസാനം സംസാരിക്കുന്ന ആളിനോടല്ല നിങ്ങൾ ഇടപെടേണ്ടത്. 50 minutes ആണ് സർ. ആയിക്കോട്ടെ, പക്ഷെ അത് മോഡറേറ്റർ തീരുമാനിക്കണ്ടേ? മോഡറേറ്റർ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതിയോ? മോഡറേറ്റർ പറഞ്ഞോ? ഇല്ലല്ലോ. 6 മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ 6 മിനിറ്റ് നിങ്ങൾ തന്നോ? നോക്കൂ, ഞാൻ അവസാനിപ്പിക്കാം, പക്ഷെ കേൾക്കൂ. ഇതിലെ ഏറ്റവും ഒരുപാട് കാര്യങ്ങൾ 2 ആൾക്കാർ പറഞ്ഞിട്ട് 3 ആൾക്കാർ പറഞ്ഞിട്ട് അണീവനായിട്ടുള്ള ഒരു പാനലിൽ ഇരുന്നിട്ട് സംസാരിക്കാതെ തിരിച്ചു പോകണമെന്നാണ് വിചാരിച്ചെങ്കിൽ മനോരമ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി ഓടിച്ചു വന്ന അതിനല്ല, പറഞ്ഞിട്ടേ പോവുള്ളൂ. പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു മതരാഷ്ട്ര സ്ഥാപനം എന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനം, ഞാൻ ആദ്യം പറഞ്ഞ അതേ പോയിന്റ്, നിങ്ങൾക്കൊരിക്കലും ഇങ്ങനെയുള്ള ഒരു ചടങ്ങിൽ വന്ന് ഇങ്ങനെയുള്ള ഒരു പബ്ലിക് വേദിയിലിരുന്ന് മറ്റൊരു ദിവസം പറയാമെന്ന് പറയുന്നതല്ലാതെ മറ്റു മതങ്ങളെ അംബേദ്കർ വിമർശിച്ചിരിക്കുന്നതിനെ കുറിച്ച് പറയാനോ ഉൾക്കൊള്ളാനോ ഉള്ള ത്രാണി നിങ്ങൾക്കില്ല. ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. In other words, Islam can never allow a true Muslim to adopt India as his motherland. എനിക്ക് ആ അഭിപ്രായമില്ല. അംബേദ്കർ ആ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അംബേദ്കറൈറ്റുകൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തയ്യാറല്ല. That is probably the reason why Maulana Muhammad Ali, a great Indian but a true Muslim, preferred to be buried in Jerusalem rather than in India. നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല ചേട്ടാ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ കാലത്ത് അംബേദ്കറിനെ എങ്ങനെ വായിക്കണമെന്ന് നിങ്ങളിൽ വായന തുടങ്ങണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അതിനാണ്. താങ്ക് യു. ദയവായി ക്ഷമിക്കുക, ഒരിക്കലും നമ്മൾ മറ്റൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. നമുക്ക് അടുത്ത സെഷനുള്ള സമയമായി. നമുക്ക് അടുത്ത സെഷനിലേക്ക് നമുക്ക് അടുത്ത സെഷനിലേക്ക് കടക്കാം. പ്ലീസ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. ഒരു മിനിറ്റ് നിങ്ങൾ ഇത് കൺക്ലൂഡ് ചെയ്യാണെന്നുണ്ടെങ്കിൽ കൺക്ലൂഡ് ചെയ്യണം. നിങ്ങൾ കൺക്ലൂഡ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. അതൊന്ന് കൺക്ലൂഡ് ചെയ്യാന്നുള്ളത് മലബാർ കലാപത്തെ കുറിച്ച് പറഞ്ഞ കാര്യം. മനോരമ നിങ്ങളുടെ അപ്പോളജിയിൽ ഇത് ഈ ജന്മം ശരിയാവില്ല, കഷ്ടം. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.